അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2018 ലോക ഫോറം ഉച്ചകോടിയിൽ ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചെ ഒരു പരാമർശം നടത്തുന്നുണ്ട്. മനുഷ്യരാശിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവുറ്റതും മഹത്തരവുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ലോകത്ത് കല, വ്യവസായം, ശാസ്ത്രം, ഗവേഷണം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ AI വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യനും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുവസ്തുതയാണ് മനുഷ്യൻ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളെ AI അനായാസം മറികടന്നു പോയിട്ടുണ്ട് എന്നത്. പ്രധാനമായും ഡാറ്റ എഫിഷ്യൻറ്റ്, ഇമേജ് റെക്കഗ്നീഷൻ, ഫിനാൻഷ്യൽ പ്രോബ്ലം മനസ്സിലാക്കൽ, കോഡ് എഴുതുക തുടങ്ങി നിരവധി കാര്യങ്ങളിലാണ് AI മനുഷ്യനെ മറികടന്നു പോയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് അത് ഒരു ടാസ്കിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് സ്പെസിഫിക് ടാസ്കിനകത്താണോ അതിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് മാത്രമാണ് അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം. എന്നാൽ മാനവിക സമൂഹം എന്നുള്ളത് അപ്രകാരം ഒന്നല്ല. AI പോലെ ഒരു കാര്യം മാത്രം ചെയ്യുക എന്നതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, സങ്കീർണമായ പല കാര്യങ്ങളും മനസ്സിലാക്കുക, സാഹചര്യവും അഭിരുചികളും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. AIക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കുന്നത് ഒരുപാട് ഡാറ്റകൾ സ്വീകരിക്കാനുള്ള എബിലിറ്റിയും ആ ഡാറ്റകൾ അത്ര തന്നെ കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റിയുമെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമാണ്. AI ഒരിക്കലും മനുഷ്യന് സമാന്തരം ആവാനുള്ള ഒരു എഫിഷ്യൻ അല്ല എന്നത് തീർച്ചയാണ്. മനുഷ്യൻ തന്നെയാണ് ഏത് കാലത്തും ഏറ്റവും മികച്ച എഫിഷ്യൻ എന്നത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. 4 വ്യത്യസ്ത പൂച്ചകളെ കണ്ടാൽ ഒരു മനുഷ്യന് എന്താണ് പൂച്ച എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഇതേ ഒരു എഫിഷ്യൻ്റ് AIക്ക് എത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് പൂച്ചകളുടെ ഇമേജ് ആവശ്യമായി വരും. AIയുടെ പ്രാഥമിക നേട്ടം ചെന്നെത്തുന്നത് ഏത് സ്പെസിഫിക് ഡൊമൈൻസിനകത്താണോ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും മികച്ച രീതിയിൽ സാമർഥ്യം തെളിയിക്കുക എന്നത് മാത്രമാണ്. AIക്ക് ഒരു നിശ്ചിത വ്യാപ്തി ഉണ്ടായിരിക്കെ മനുഷ്യൻ്റെ സാധ്യത എന്നുള്ളത് ചെറുതല്ല. മാത്രമല്ല AIയുടെ ചാലിറ്റി അളക്കുന്നത് അതിൻ്റെ ട്രെയിനിങ് ഡാറ്റ ക്വാളിറ്റി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രെയിനിങ് ഡാറ്റയിൽ ബയാസുകളുണ്ടെങ്കിൽ അത് AIയുടെ പെർഫോമൻസിനെ ബാധിക്കും. മനുഷ്യനെ പോലെ ഒരുപാട് ഇമോഷൻ പാക്കേജുമായല്ല AI കടന്നു വരുന്നത്. വികാരപരമായോ ധാർമ്മികപരമായോ ചിന്തിച്ച് സ്വയം മെച്ചപ്പെടുത്തിയെടുക്കാനും ഇവക്ക് കഴിയില്ല. ദീർഘകാലങ്ങളായി മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നത് മനുഷ്യൻ്റെ തലച്ചോർ വളരെയധികം സങ്കീർണമാണ് എന്നായിരുന്നു. എന്നാൽ അതിനുള്ളിൽ നടക്കുന്ന ജൈവ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ മാത്രമേ AI നിർമ്മിക്കാൻ സാധിക്കൂ എന്നായിരുന്നു മനുഷ്യൻ കരുതിയിരുന്നത്. എന്നാൽ സാങ്കേതിക ലോകത്തുണ്ടായ ഒമ്പൻ മാറ്റങ്ങൾ ഈ ധാരണയെ പൊളിച്ചെഴുതി. അതോടെ AIയുടെ നിർമ്മാണത്തിന് തലച്ചോറിൻ്റെ ആന്തരിക ഭാഗങ്ങളെ അറിയേണ്ടതില്ലെന്ന് വന്നു. ഒരുപാട് ഡാറ്റകളും അത്ര തന്നെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയും അതോടൊപ്പം ഇന്ന് കാണുന്ന 5G പോലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമെല്ലാം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് മനുഷ്യൻ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാലും മനുഷ്യൻ്റെ സഹാനുഭൂതിയും അവ്യക്തമായ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും സർഗാത്മകതയുമെല്ലാം AIയേക്കാൾ മനുഷ്യനെ അതുല്യനാക്കുന്നുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം AI മനുഷ്യനെ അട്ടിമറിക്കാനുള്ള സാധ്യത എന്നതിൽ അപകടകരമായ ഒരു മുഖം മൂടി AIയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു ഇൻ്റലിജൻസിനെ നിർമ്മിക്കാൻ എളുപ്പമാണെങ്കിലും അതിലെ നിഗൂഢമായ ചതിക്കുഴികളെ മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. ചുരുക്കത്തിൽ AIയുടെ സ്വാധീനം ഇത്രയും ഭീകരമെന്നിരിക്കെ ലോകമൊട്ടുക്കും വ്യാപിച്ച് മനുഷ്യരെ കീഴ്പ്പെടുത്തുന്ന ഇവയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളുമെല്ലാം നാം കണ്ടറിയേണ്ടതുണ്ട്. ഈ സഹകരണ ലോകത്ത് മാനുഷിക ജീവിതത്തെ ഓഗ്മെൻ്റ് ചെയ്യാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ചെലവ് കുറക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും തുടങ്ങി നിരവധി കാര്യങ്ങളിൽ AI നമ്മുടെ കൂടപ്പിറപ്പായി മാറിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ AI മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. AI ഒരുക്കിയ കണികളെ AI കൊണ്ട് തന്നെ മറികടക്കലാണ് അതിലേറ്റം അഭികാമ്യവുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.